വടക്കാഞ്ചേരിയിലെ കള്ളവോട്ട് വിവാദം സജീവന് വോട്ട് ചെയ്യാൻ അനുമതി നൽകിയതോടെ രമ്യതയിൽ തീർന്നു. വടക്കാഞ്ചേരി പാറപ്പറമ്പിൽ സജീവനാണ് വോട്ട് ചെയ്യാനായി വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ 49-ാം നമ്പർ ബൂത്തിൽ എത്തിയത്. എന്നാൽ മറ്റാരോ ഇയാളുടെ പേരിൽ പോസ്റ്റൽ വോട്ട് ചെയ്തു എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതിനെ തുടർന്ന് വോട്ട് ചെയ്യാതെ മടങ്ങുകയായിരുന്നു. സംഭവം അറിഞ്ഞ് BJP പ്രവർത്തകർ സ്ഥലത്തെത്തി സജീവന് വോട്ട് ചെയ്യാൻ അവസരം നൽകണമെന്ന് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. സജീവന്റെ പേരിൽ വോട്ട് ചെയ്തിട്ടുള്ളതിനാൽ രണ്ടാമതും വോട്ട് ചെയ്യാൻ അനുമതി നിഷേധിക്കുകയായിരുന്നു. തുടർന്ന് BJP പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളും അരങ്ങേറി. സംഭവം സംഘർഷത്തിന്റെ വക്കിൽ എത്തിയതോടെ തലപ്പള്ളി തഹസിൽദാറും തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള അനുപമൻ AC സ്ഥലത്തെത്തി സജീവന് വോട്ട് ചെയ്യാൻ അവസരം നൽകുകയായിരുന്നു. പോസ്റ്റൽ വോട്ട് ചെയ്ത ആൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നറിയിച്ചതോടെ പ്രവർത്തകർ പിരിഞ്ഞുപോയി. ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശം അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം എന്തായിരുന്നു? സജീവൻ എന്ന് പറയപ്പെടുന്ന വോട്ടർക്ക് പകരം വോട്ട് ചെയ്ത വ്യക്തി ആരാണെന്ന് ബോധ്യപ്പെടണം. രണ്ട്, ആ ഉദ്യോഗസ്ഥർ ചെയ്തിട്ടുണ്ടെങ്കിൽ സജീവന് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് ഒരു കാരണവശാലും ആരോ പറയാൻ പറ്റില്ല. മൂന്നാമത്തെ ഒരു കാര്യം, ഒരു ആൾ പറയുന്നു ഇത് വയ്യാത്തൊരാളുടെ വോട്ടാണ് മാറി വന്നത്. ആരോ പറയുന്നു അത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പറ്റിയ തെറ്റാണ്. പോലീസ് ഉദ്യോഗസ്ഥൻ ഇതിനകത്തൊരു കാര്യം ഇങ്ങനെ ക്രമ നമ്പർ തെറ്റിക്കൊടുത്താൽ അത് കൃത്യമായി പരിശോധിക്കാൻ അവിടെ സംവിധാനമില്ല എന്ന് വേണ്ടത് നമ്മൾ മനസ്സിലാക്കാൻ. ഈ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ആരോന് ഇതിനകത്ത് പ്രതികരിക്കാൻ പാടില്ല. എന്താണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായത്? 3 മണിക്കൂർ നേരം ഞങ്ങൾ ആദ്യം 11:30 പറഞ്ഞു, അത് കഴിഞ്ഞ് പിന്നെ 12 പറഞ്ഞു, പിന്നെ റിപ്പോർട്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. കളക്ടറെ ഞാൻ ബന്ധപ്പെട്ടിരുന്നു, RO ഞാൻ ബന്ധപ്പെട്ടിരുന്നു. കുറേ കഴിഞ്ഞാലാണ് അദ്ദേഹത്തെ ഒന്ന് കിട്ടുക. AROയോട് ബന്ധപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് അവർ പറയുന്നത് ഈ എടുത്ത ഉദ്യോഗസ്ഥനെതിരെ, പോലീസ് ഉദ്യോഗസ്ഥൻ എന്നാണ് ഇവർ പറഞ്ഞത്. ആ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ ക്രമ നമ്പറിൽ മാറ്റി വോട്ട് ചെയ്തതെങ്കിൽ ആ വോട്ടിന് കൃത്യമായിട്ട് നടപടികൾ ഉണ്ടാവും. നമുക്ക് ആ വോട്ട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റും. കള്ളവോട്ടല്ലേ, അതൊരു ഉദ്യോഗസ്ഥൻ ചെയ്യാൻ പാടില്ലല്ലോ. അയാൾ കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ട കാര്യമല്ലേ. പിന്നെ ഈ കാര്യത്തിന് മാന്യമായിട്ട് ഞങ്ങൾ ഈ സംസാരിക്കുന്ന സമയത്ത് അതിന് മുമ്പിൽ ഇതിനെ പിടിച്ച് തള്ളലില്ലേ? ഇതിന് സീൻ ഉണ്ടാക്കാനല്ലല്ലോ പോലീസ് ശ്രമിക്കേണ്ടത്. ഒരു വിഷയം കൃത്യമാണോ? ഞാൻ ഉന്നയിക്കുന്ന വിഷയം വളരെ കൃത്യമാണ്. ഒരാളുടെ ജനാധിപത്യ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഒരു ആരോപണം തയ്യാറില്ല. അതുകൊണ്ട് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന നടപടികൾ എത്രയും പെട്ടെന്നുണ്ടാവും, സർക്കാർ നടപടി ഉണ്ടാവും. ഒപ്പം തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥനാണ് ചെയ്തതെങ്കിൽ ആ കാര്യം ബോധ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനെതിരെയുള്ള മറ്റുള്ള നടപടികൾ ഉണ്ടാവും. നമ്മുടെ വോട്ട് ചെയ്യാനുള്ള അവസരം അപ്പോൾ അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. വോട്ടർ അങ്ങോട്ട് ഉള്ളിൽ പോയിട്ടുണ്ട്, അദ്ദേഹം വോട്ട് ചെയ്യും. എൻ്റെ പേരിൽ താങ്കൾ വോട്ട് ചെയ്ത വ്യാജം എന്നാണോ പറയാ, അതോ സ്വന്തം വോട്ടെന്നാണോ പറയാ? PB എന്ന് സീല് ചെയ്തിട്ടുള്ളത് ഒരു ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥൻ പോലീസ് ഉദ്യോഗസ്ഥനാണെന്നാണ് ARO പറഞ്ഞത്. ഉല്ലാസ് ബാബു പറഞ്ഞതല്ല, ARO പറഞ്ഞത്. അതെനിക്ക് വിശ്വസിക്കാം. ARO പറഞ്ഞ പ്രകാരം അതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ. ആ ഉദ്യോഗസ്ഥൻ ചെയ്ത വോട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സീലടിച്ചു വന്നത് സജീവന്റെ പേരിൽ. ആ സജീവന്റെ ക്രമ നമ്പർ വെച്ച് തന്നെയാണ് ചെയ്ത് അല്ലയോ എന്നുള്ള സർക്കാർ നോക്കേണ്ടത്. 17 വർഷത്തെ ഈവന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധയാകർഷിച്ച ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ് വടക്കാഞ്ചേരിയിൽ വെഡിംഗ് കാറ്ററിംഗ് സർവീസ്, ബർത്ത്ഡേ ഡെക്കറേഷൻ, ഹൽദി പ്രോപ്പർട്ടി റെന്റൽസ്, കോർപ്പറേറ്റ് ഈവന്റ്, എക്സിബിഷൻ, ഇനോഗ്രേഷൻ, ട്രാവൽ ടൂറിസം, ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ, ഹണിമൂൺ പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം. ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ്, ജോസൺസ് ബിഡേ, നിയർ സെന്റ് ഫ്രാൻസിസ് ചർച്ച്, വടക്കാഞ്ചേരി, തൃശൂർ. ഫോൺ 9497558576, 9745451369. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.